പാലക്കാട് ചിറ്റൂരിൽ നിന്നും ഇന്നലെ പുറത്തു വന്ന അതിദാരുണമായ ഒരു വാർത്തയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ എത്ര സുരക്ഷിതരാണ്. സംഭവം നടന്നത് പാലക്കാട് ചിറ്റൂരിൽ ഒരു ചെറിയ പ്രദേശത്ത്. വെറും 6 വയസ്സുകാരനായ സുഹാൻ. ഇവൻ്റെ ഉപ്പ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. ഉമ്മ ആ സമയത്ത് വീട്ടിലില്ലായിരുന്നു. വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സുഹാനും സുഹാൻ്റെ ജ്യേഷ്ഠ സഹോദരനും. ഈയിടയിൽ സുഹാനും ജ്യേഷ്ഠനും തമ്മിൽ പിണങ്ങി. അങ്ങനെ അവൻ കണ്ണീരോടെ ആ വീട്ടിൽ നിന്നും ഇറങ്ങി. വീട്ടിൽ നിന്ന് കൂടുതൽ അകലെയൊന്നും പോകാത്ത സുഹാൻ പെട്ടെന്ന് കാണാതായതിൽ ആദ്യം വീട്ടുകാർക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ തിരിച്ചെത്തും എന്നുള്ള ഒരു ഉറപ്പ് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. വീട്ടിൽ ആ സമയത്ത് സുഹാൻ്റെ വല്യമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ അടുക്കളയിൽ ജോലിയിലായിരുന്നു. അങ്ങനെയാണ് സുഹാനെ കാണാനില്ല എന്നുള്ള കാര്യം അവർ ശ്രദ്ധിച്ചത്. അങ്ങനെ അവർ ആ പ്രദേശമാകെ ചികഞ്ഞപ്പോഴും സുഹാനെ കണ്ടുകിട്ടിയില്ല. സുഹാൻ അത്ര ദൂരെയൊന്നും പോകാത്ത ഒരു കുട്ടിയായിരുന്നു. ജ്യേഷ്ഠ സഹോദരനുമായി പിണങ്ങിയ കുട്ടി എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണോ എന്നൊക്കെയായിരുന്നു ആദ്യ സംശയം. അങ്ങനെ അയൽവാസികളും നാട്ടുകാരും സംഭവമറിഞ്ഞപ്പോൾ അവൻ തിരിച്ചെത്തുമെന്നുള്ള ഉറപ്പ് അവർക്കെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ 11 മണിക്ക് കാണാതായ സുഹാനെ 12, 1, 2, 3 മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴും കണ്ടെത്താനായില്ല. തുടർന്ന് തിരച്ചിൽ ശക്തമാക്കിയപ്പോഴും സുഹാൻ എവിടെയാണ് എന്നുള്ള കാര്യം ആർക്കും തന്നെ മനസ്സിലായില്ല. അങ്ങനെ പോലീസും പോലീസ് നായയും എത്തി സുഹാൻ്റെ മണം പിടിച്ചെത്തിയ നായ ഒരു കുളത്തിനരികിലാണ് വന്നെത്തിയത്. അങ്ങനെ ആ കുളം പരിശോധിച്ചപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം പുറം ലോകമറിഞ്ഞത്. സുഹാൻ്റെ ആ പിഞ്ചു ശരീരം കണ്ടെത്തുന്നതും. ഒരു കുട്ടിക്കും ഈ കുളത്തിനടുത്തേക്ക് പോകുന്നത് ഭയമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പിന്നെ വീടിന് അല്പം അകലെയുള്ള ഈ കുളത്തിലേക്ക് സുഹാൻ എങ്ങനെ എത്തി എന്നുള്ള കാര്യം ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ സുഹാൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാരിൽ ചിലർ അഭിപ്രായപ്പെടുന്നു. നോക്കൂ, ഇതെത്ര വലിയ ദാരുണ സംഭവമാണ്. ആറ്റുനോറ്റുണ്ടായ ഒരു മകൻ എങ്ങനെയെന്ന് പോലും അറിയാതെ ഇല്ലാതാകുന്നത്. തീർച്ചയായും ഇതൊരു മാതാവിനും പിതാവിനും ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെ. കൂടാതെ സുഹാൻ തൻ്റെ വീടിൻ്റെ മുൻവശത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയല്ലാതെ അതിര് കടന്ന് അപ്പുറത്തേക്ക് ഇതുവരെ പോയിട്ടില്ലെന്നും സുഹാൻ്റെ വല്യമ്മ തറപ്പിച്ച് പറയുന്നു. പിന്നെ എങ്ങനെയാണ് സുഹാൻ ഈ കുളക്കരയിലേക്ക് എത്തിയതെന്ന് ആർക്കും അറിയില്ല. അവനെ ആരെങ്കിലും അവിടെ എത്തിച്ചതാണോ, അതല്ലെങ്കിൽ അവൻ സ്വയം നടന്ന് ഈ കുളത്തിനരികിൽ എത്തിയതാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ആർക്കും തന്നെ മനസ്സിലായിട്ടില്ല. നോക്കൂ, പിഞ്ചു കുട്ടികൾ. ഇവർക്കറിയില്ല ഇത് കുളമാണെന്നും ഇതിലേക്കിറങ്ങിയാൽ പിന്നീട് എന്ത് സംഭവിക്കുമെന്നും. നഷ്ടപ്പെട്ടു പോയ ഈ 6 വയസ്സുകാരൻ്റെ ജീവൻ നമ്മോട് പല ചോദ്യങ്ങളും ചോദിക്കുന്നു. നമ്മുടെ പിഞ്ചുമക്കൾ എങ്ങനെ രക്ഷിതരാണെന്ന് നമ്മൾ കരുതുന്നു. തീർച്ചയായും ഇവരെ ജാഗ്രതയോടെ നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. അവർക്ക് വിവരമില്ല. ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നുള്ള തിരിച്ചറിവാകാനുള്ള പ്രായമായിട്ടില്ല. അതുകൊണ്ട് തന്നെ പിഞ്ചു ബാല്യങ്ങളെ സൂക്ഷിക്കുക. അത് നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചെടുക്കാനാകില്ല.